എന്തിയടി എടാ എന്താണോ വീഡിയോ ഒക്കെ പിടിക്കാൻ നേരത്തെ പറയണ്ട ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരില്ലായിരുന്നു. പോയാലോ? സന്തോഷത്തിലൊരു തുള്ളി ചാടാ. മേത്തെ വീട്ടിലും നമ്മളിങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ ചുവന്ന കളറോ. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കാണിച്ചാൽ മതി. അവിടെ ചുവന്ന കളർ വെറുതെ എന്നെ അടിച്ചു. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാനും ഇപ്പോഴും നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഞാനൊക്കെ എനിക്കൊരു പ്രശ്നം വന്നേക്കുന്നത് എനിക്ക് തന്നെ പണ്ടേ അറിയാവുന്ന. അതെ, എനിക്ക് അങ്ങനെ തോന്നിയേക്കണേ. आपका कैसा है वो स्टाइल ऐसा ही कर दो. लो अब कचरा नहीं दिखना है भाई. कचरा नहीं दिखेगा, टेंशन. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാമോദിസയുടെ അടുത്ത് വൈഡ് ലോക്സിൽ കൂടെ നിങ്ങൾ അറിഞ്ഞോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇന്നാണ് മാമോദിസ. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നിങ്ങളിത് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ സിജിപ്പെങ്ങളൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എത്തിയിട്ടില്ല. അവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. എന്നിട്ട് വേണം നിങ്ങൾക്ക് അഷ്ടമിശ്രയിലും മാളയിലൊക്കെ ഒന്ന് പോകാനായിട്ട്. ക്രിസ്മസിൻ്റെ സമയമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാ ബൾബുകളും എല്ലാവരും ട്രീയും എല്ലാം മാറ്റി വീണ്ടും റീസെറ്റ് ചെയ്തു കേട്ടോ. വീടിനെ ആകെ ഒരു പഴയ മോഡിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എന്തോ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, എന്നാലും എല്ലാം പഴയത് വെച്ച പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്നത്. ഒരു പച്ചപ്പുകൊണ്ട് ഒരു കാടാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പം മിടുതെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഉറങ്ങായിരുന്നു, എനിക്കൊന്നും അറിയില്ല. മാമോദിസ എന്ന് പറഞ്ഞത് അച്ചാച്ചൻ്റെ മോൻ്റെ കൊച്ചിൻ്റെയാണ്, ഡയസിൻ്റെയും നിമ്മിയുടെയും. നമ്മളിതിന് മുമ്പ് വരെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ. കഴിഞ്ഞ ദിവസം വൈഡ് വ്ലോഗ്സ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഡോണും ഭവ്യ ഫാമിലി നമ്മുടെ വീട്ടിൽ വന്നതൊക്കെ. അപ്പോൾ അവൻ്റെ ഡോണിൻ്റെ അനിയൻ്റെ കൊച്ചിൻ്റെയാണ് കേട്ടോ മാമോദിസ. അപ്പോൾ എനിക്കറിയില്ല വൈഡ് വ്ലോഗ്സിൽ വീഡിയോന് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ. അപ്പോൾ എന്തായാലും ഇന്നാണ് മാമോദിസ ദിവസം. അപ്പോൾ ഞാൻ എനിക്കിടാനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. മിഡുവിനെന്തോ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചിയും ഫാമിലിയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവരിതിപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ട് ഇറങ്ങാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. സിജി മോള് വന്നിട്ടുണ്ടെന്ന് കേട്ടു. സന്തോഷം. സന്തോഷല്ലേ? സന്തോഷം ഇപ്പൊ നീ ഇവിടെ അല്ലെങ്കിൽ സന്തോഷത്തിന് കുറവുണ്ടായിട്ടല്ല. എങ്കിലും മോള് വന്നെന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം. സന്തോഷം തന്നെയാണ്. അപ്പൊ മോളോട് വരാണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം വീട് ഇവിടെ ഭയങ്കര എഡിറ്റിങ്ങിലാണ്. ഉറക്കത്തിലും ഊണിലും ഉറക്കത്തിലും എല്ലാത്തിലും ഭയങ്കര എഡിറ്റിങ്ങിലാണ് കേട്ടോ വീടും. അപ്പോഴേ നമ്മുടെ ടീമുകൾ ഇതേ എത്തിപ്പോയി. വെൽക്കം സിജി. അളിയാ വായോ. എന്തിയടി? എടാ എന്താണോ വീഡിയോ ഒക്കെ പിടിക്കാൻ നേരത്തെ പറയണ്ട ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വരില്ലായിരുന്നു. അത് കുഴപ്പം. നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് എന്താണ് ഒരു ചെറിയ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. അപ്പൊ ഇനിയും ഒരു 100 കൊല്ലം നിങ്ങൾ സമാധാനമായി സന്തോഷമായി 100 കൊല്ലം 200 കൊല്ലം ഓക്കെ 100 കൊല്ലം മതി. ഇനി 100 കൊല്ലം. അപ്പം ഞാൻ 140 വയസ്സ് വരെ ജീവിക്കും. കേറ് ഉള്ളാടി. നല്ല ചെരുപ്പാണ്, നല്ല കളറും. ഞാനിപ്പോൾ തന്നെ കൊച്ചു കാർട്ടൂൺ കണ്ടപ്പോൾ ആ വീഡിയോയിൽ ഇതേപോലത്തെ ചെരുപ്പ് കണ്ടിരുന്നു, ഇതേപോലത്തെ കളറുകളൊക്കെ. വാ അളിയ വായോ. നല്ല വിശേഷം. വണക്കം. ഹാപ്പി ന്യൂ ഇയർ. അവിടുത്തെ ലൈറ്റ് അവിടെ നിന്ന് ഓണാവില്ലടി. ഞാൻ ആ അലക്സ സെറ്റ് ചെയ്തിട്ടാണ്. മിഡു ഇവിടെ ഭയങ്കര ഗ്രീൻ ആപ്പിൾ ജ്യൂസ് അടിക്കുന്ന പരിപാടിയിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചാണ് ഗ്രീൻ ആപ്പിൾ. എനിക്ക് വലിയ ഇഷ്ടമൊന്നായില്ല, പക്ഷെ ഗ്രീൻ ആപ്പിളിൻ്റെ ടേസ്റ്റാണ്. നല്ല സാധനമാണ്. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ.
അപ്പൊ അതാ നൊര പതയണ സൗണ്ട്. ലൈറ്റ് മധുരം. മധുരം ഇട്ടില്ല ഇപ്പൊ നീ? ആ മധുരം വേണ്ടല്ലേ എനിക്ക്. നോർമലും മഞ്ഞയും വേറെ കളറിലൊക്കെ കാണാറ്. ഈ കളർ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്ലാസ്സിൽ ഒഴിക്കുന്ന വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ. ഹായ് മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. നിങ്ങൾ എപ്പോഴും പച്ചപ്പിന്റെ ആൾക്കാരാണ്. ഹരിത ഭംഗിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഗുളിക കൂടി ഉണ്ട്, എൻ്റെ ഉണ്ടോ? ഞാൻ എടുത്തിട്ടോ. അപ്പൊ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുണ്ട്. സൂപ്പർ. ഈ സെയിം സാധനല്ലേ അതിന്റെ ഉള്ളിൽ ഉണ്ടാവാ? തുറന്നു നോക്ക്. ആ സെയിം സെയിം ഇതുപോലെ തന്നെ ഇരിക്കും. കളർ ചെറിയൊരു വ്യത്യാസമുണ്ട്. കൊള്ളാം. താങ്ക് യു. ഇത് തന്നെയല്ലേ തുണി? ഇത് തരണ കവറ്, തരാണ് കവർ. അത് ബെഡ്ഷീറ്റ്. വെറുതെ ഇതാവില്ലേ? പിങ്ക് സൈസ് ശരിക്കും പറഞ്ഞാൽ കടകളിൽ കുറവാട്ടോ. ഒക്കെ ഡബിൾ സൈസും പിന്നെ എന്താ ഫാമിലി കോട്ട് എന്ന് അവർ പറയുന്നത്. അത് ഇതിലേക്ക് നമ്മുടെ എന്തായാലും കൊള്ളാം. താങ്ക് യു മിസ്സിസ് സിജി ജോജി ആൻഡ് അളിയൻ. അളിയനോട് പോയി താങ്ക് യു അളിയ. സൂപ്പർ. അമ്മ മാമോദിസിക്കാനുണ്ടെന്ന് അറിയില്ല, അമ്മയുടെ ആഗ്രഹമാണ്. കൊറേ നേരം ഐഡി നീ വന്നെന്നും പറഞ്ഞു നോക്കിയിരിക്കണ്. പിന്നെ ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളൂല്ലോ വരുന്നത്. ആര് പറഞ്ഞു? ഞാൻ മുമ്പ് പറഞ്ഞില്ല അമ്മോട്. ഞാൻ നീ വരുമെന്ന് ഞാൻ അമ്മോട് പറഞ്ഞിരുന്നു. ഇല്ലേ അമ്മ? ഞാൻ ആരാ പോണെന്ന് വിചാരിച്ചു നീ? എനിക്ക് തന്നെ പണ്ടേ അറിയാവുന്ന. അതെ, തല്ലുകൊള്ളി. നിനക്ക് അങ്ങനെ തോന്നിയേക്കണേ? എന്റെ പിള്ളേരോട് പറയാ തല്ലുകൂടല, നിങ്ങള് തല്ലുകൂടല. മമ്മി സണ്ണിയ ശേഷം ഇപ്പോഴും തല്ലുകൂടുണ്ടല്ലോ. ഞാൻ ഉത്തരം മുട്ടിപ്പോ. അതെ, ഇവളുടെ ഇങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എനിക്കറിയായിരുന്നു അമ്മ. അമ്മയ്ക്ക് എന്നിട്ട് അതിന് മറുപടി പറയാനുള്ള? എന്നിട്ട് അമ്മയ്ക്ക് മറുപടി പറയാനുള്ളേ? ചേട്ടൻ തല്ലും ചേച്ചി എവിടെ കൊടുക്കണ്ടേ? അവനൊന്നും കൊടുക്കട്ടെ ഞാൻ. അമ്മക്ക് ഒരു ഇതുമില്ല. ഞാൻ തൊടാറ് പോലില്ല. നിന്നെയോ? ഇവളുടെ പരിപാടി എന്താ അറിയോ? ഇങ്ങനെ പോയിട്ട് ഞാൻ ഓർക്കണ്ട മോളെ. അപ്പൊ ഞാൻ പിന്നാലെ പോയി കൊണ്ടു കൊടുക്കും. അത് കഴിയുമ്പോ കറിഞ്ഞിട്ട് ഇവിടെ അമ്മേടെ അടുത്ത് പറയും സണ്ണി എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. സത്യങ്ങൾ ചുരുളഴിയുന്നു സിജി. ഓർമ്മ കിട്ടില്ല. വയസ്സായിട്ടില്ല. അമ്മയുടെ സോഡി ഇന്നലെ കൂടി ചെക്ക് ചെയ്തോളൂ. പക്ഷെ മെയിൻ ആള് ഇവനല്ലായിരുന്നോ എപ്പോഴും? ഞാൻ പ്രതികരിക്കുന്ന ആളായിരുന്നു. ഇവള് സൈലന്റ് ആയിട്ട് ആക്രമിക്കുന്ന ആളായിരുന്നു. ഇവള് ചെയ്യുന്ന ആരും കാണില്ല. ഞാൻ ചെയ്ത എല്ലാരും മുന്നിൽ കാണും ചെയ്യും. അപ്പൊ ഇവള് ഭയങ്കര മാന്യായിട്ട് എന്നിട്ട് എന്നെ അടിച്ചു എന്ന് പറഞ്ഞു വെക്കും. ഇവളുടെ പ്രത്യേകം വെച്ചാലേ മേത്ത വെള്ളിലും നമ്മളിങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ ചുവന്ന കളറും. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കാണിച്ചാൽ മതി. അവിടെ ചുവന്ന കളറിട്ട് വെറുതെ എന്നെ അടിച്ചു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പൊ എന്തായാലും സത്യം ലോകം അറിഞ്ഞല്ലോ. വലിയ സന്തോഷമാണ്. അമ്മ കൂടി ഉണ്ടായിരുന്നോണ്ട് അമ്മക്ക് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ പറ്റിയാണ്. പക്ഷെ അമ്മ പറഞ്ഞ് എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അമ്മ അതിനകത്ത്. നീ പറഞ്ഞ നീ അറിയാണ്ട് വന്ന് എന്നെ പറഞ്ഞു തൊട്ട് ആരും വീടാൻ ഞാൻ വരുമ്പോ നീ നീ തന്നെയായിരുന്നു. അല്ല, തീപ്പെട്ടി പടം വിറ്റോണ്ട് നടന്ന് ഞാൻ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് അത് ഇവിടെ വന്ന് വീട്ടില് പറഞ്ഞു കൊടുത്ത് അപ്പസിന്റെ അമ്മയുടെ അടി മേടിച്ചേരുന്ന സ്വഭാവം അവൾക്ക് പണ്ടേ ഉണ്ടായിരുന്നു. തീർച്ചയായും മക്കളെ അടിച്ചു വളർത്തണം എന്ന് പറയണം. അപ്പൊ നിങ്ങൾക്ക് ഇവര് ഏതെങ്കിലും അടി വിട്ടുപോയെങ്കിൽ ഓർമ്മിപ്പിക്കാന്നുള്ളത് എന്റെ കടമയാണ്. ഞാൻ വിചാരിച്ചു 2 പെൺകൊച്ചുണ്ടായിട്ടൊരു ആൺകൊച്ചുണ്ടായില്ല. അതിനെങ്കിലും തല്ലാണ്ടിരിക്കാൻ പറ്റുന്ന എവിടെ ഒരു കാര്യം ഉണ്ടായില്ല. കുറുമ്പ് കാണിച്ച് അടി കൊടുക്കണം, അതിലൊരു തെറ്റുമില്ല. എനിക്കല്ല, പാരന്റ്സ് മക്കളെ അടിക്കുക. ഗ്രേസിന് എന്റെ കയ്യിൽ നിന്ന് കിട്ടുമ്പോ അമ്മ എന്താ പറയാറ്? അതിലടിക്കാറാവണുള്ളൂ. പിന്നെ കുറുമ്പോണെങ്കിൽ അടിക്കണ്ടേ? പിന്നെ അമ്മ ഞാൻ പോട്ടെ, സമയം പോണു. ലേറ്റായി. ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണൂർപ്പിക്കുന്നുണ്ട്.
സ്റ്റീവ് ഉറക്കപ്പിച്ചിലാണ് ഇപ്പോൾ. അപ്പടിന്റെ ഓക്കെ ടാറ്റ. അവര് പോയി. ഇനി നമുക്ക് പോയാലോ? ആ ഗേറ്റ് അടയ്ക്കണ്ടല്ലോ. നല്ലോണം പോയിക്കോളില്ലേ. ഇവിടെ വഴിയിലൊരു പട്ടിയുണ്ട്, നല്ല പട്ടിയാണ്. വഴിയിലവിടെ ആ മൂലയ്ക്കൊക്കെ എടുക്കും. ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ കയറി വരും. അപ്പോൾ കൊച്ചങ്ങളൊക്കെ പുറത്തിറക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്. പക്ഷെ ആള് ഓക്കെ ഉണ്ട്. പക്ഷെ രാത്രിയൊക്കെ ആവണ നേരത്ത്, രാത്രിയല്ല പകലായാലും നമ്മുടെ ഈ ഏരിയയിൽ ഇല്ലാത്ത, അത് കാണാത്ത ഒരാൾ പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ ആള് ഭയങ്കര കുറയും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ചോറുണ്ടോണ്ടിരിക്കട്ടോ. ഇന്നലെ മേടിച്ച നല്ല സൂപ്പർ മീനുണ്ട്. മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്നിട്ടായാലും മീൻകറിയാണ്. മീൻകറിയും ചോറും അടിപൊളി. മീൻകറി അടിപൊളി. അപ്പം ഇനി ഞങ്ങൾ മാളയ്ക്ക് പോകാൻ പോവാണ്. ഇന്നത്തെ യാത്ര പറയുന്നത് ഞാനോലാണ് കേട്ടോ. സ്റ്റീവിൻ്റെ ചെരുപ്പും സാധനങ്ങളൊക്കെ ആയിട്ടുള്ള മിടുവിൻ്റെ ബാഗ്. നാനോ ഇപ്പോഴും നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് തന്നെ തുടരുന്നുണ്ട്. നാനോക്ക് എനിക്കൊരു പ്രശ്നം വന്നേക്കുന്നത്, നാനോൻ്റെ ഇവിടുത്തെ ആൻറ്റിന ഉണ്ടല്ലോ, ഈ ആൻറ്റിനയുടെ ഇവിടെ ഒരു ചെറിയൊരു കവറിങ് ഉണ്ടായിരുന്നു. അത് ദ്രവിച്ച് പൊട്ടിപ്പോയി. അപ്പോൾ മഴ പെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇപ്പോൾ ഇതേ തുള്ളിയായിട്ട് ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ആ സ്പ്രിംഗ്ലറിൻ്റെ അടിയിലിട്ട് ഉള്ളിൽ വെള്ളം വന്നേക്കണം നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയാണ്. അപ്പോൾ അവിടെ ഒരു ബുഷ് മേടിക്കണം. അതെവിടെ കിട്ടാനറിയില്ല. അപ്പോൾ ആ ബുഷ് ഒന്ന് മേടിച്ചിടണം. പിന്നെ ഫ്രണ്ടിൽ തുരുമ്പുണ്ട്. നമ്മുടെ ഈ ബോണറ്റിൻ്റെ തുറക്കുമ്പോൾ ഇവിടെ ഈ സൈഡിലായിട്ട് തുരുമ്പ് വന്നിട്ടുണ്ട്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ. പിന്നെ അടിയിലും ഞാൻ പൊന്തിച്ച് നോക്കി, അടിയിൽ അവിടേക്ക് തുരുമ്പ് വേണ്ടിയിരുന്നു. അതാണ് നമ്മുടെ നാനോയ്ക്ക് ആ കൂടി വന്നേക്കണം. ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയാനുള്ളത്. പക്ഷെ സ്ഥലം, സൗകര്യം, ഇതിൻ്റെ ഉള്ളിലുള്ള സൗകര്യം നമ്മുടെ എക്കോസ്പോർട്ടിൽ ഇല്ല. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പേസ് എന്തൊക്കെ പറഞ്ഞാലും എക്കോസ്പോർട്ടിൻ്റെ ഉള്ളിലില്ല. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഏറ്റവും സ്ഥല സൗകര്യം കൂടുതൽ. പക്ഷെ സേഫ്റ്റിയുടെ കാര്യത്തിൽ അത് തന്നെയായിരിക്കണം. നേരെ ഞങ്ങള് മാളയ്ക്ക് പോകാന്ന് വിചാരിച്ചായിരുന്നാ. പക്ഷെ മാളയ്ക്ക് ഇനി പോയാൽ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തു. എന്നിട്ട് ഇനി അഷ്ടമിച്ചിറക്കി പോകാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ മൊത്തത്തിൽ ലേറ്റ് ആയി പോകും. ഞങ്ങൾ ടീഷർട്ട് മേടിക്കണം. ചൈനീസ് കോളർ ഉള്ളത്, അതാണ് പ്രശ്നം. നമുക്ക് കുമ്പിടി പോയി നോക്കിയാലോ. ഇവിടെ ചേട്ടന്റെ സൈസിലുള്ള ചൈനീസ് കോളർ ഇല്ലായിരുന്നു. നമുക്ക് നോക്കാം. പിന്നെ പിന്നെ എനിക്ക് ത്രെഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. നമ്മുടെ സാന്താക്ലോസ് ഇപ്പോഴും ഊർജ്ജസ്വലനായിട്ട് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതന്നെ സൂപ്പർ ആയിട്ട് ആൾക്കൊരു സാന്താക്ലോസിന്റെ കാല് ഷൂ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഐസ് തുടങ്ങിയിട്ടുണ്ടാവും. ഈ ദിവസങ്ങളില് അപ്രതീക്ഷയാവും. നമ്മളങ്ങനെ അഷ്ടമിത്ര ജംഗ്ഷനിൽ എത്തി. ഞങ്ങളുടെ സിറ്റി വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഷുക്കൂറിന്റെ അളിയന്റെ അവിടെ കയറി നോക്കാം. അപ്പൊ അങ്ങനെ നമ്മളിതേ ഷുക്കൂറിന്റെ അളിയന്റെ കടയിൽ കയറിയിട്ടുണ്ട്. അത് ചേട്ടന്റെ വയറ് കൂടുതൽ നിക്കണെന്ന് തോന്നുന്ന. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ചൈനീസ് കോളർ ആക്കാം. കൊള്ളാം. കൊള്ളാം, അടിപൊളി. അപ്പൊ ഓക്കെ, ബൈ ബൈ. അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് വീണ്ടും നമ്മുടെ വണ്ടി മാത്രമായില്ല ഇപ്പൊ ഇവിടെ. ആ നമ്മൾ വന്നപ്പോൾ നിറയെ വണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മുടെ വണ്ടി മാത്രമായി. ആ ഇവിടെ നേരെ പോവല്ലേ? സൂപ്പർ വെയിൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ വെയിൽ. ക്രിസ്മസിന്റെ ഒക്കെ ഒരു തിരക്കണ്ട് ഒഴിഞ്ഞല്ല അവിടെ. അപ്പൊ അങ്ങനെ അതെ ഡ്രസ് എടുക്കല് കഴിഞ്ഞ് മിടുവിന്റെ ത്രെഡിങ് കഴിഞ്ഞ് ഞാൻ ഇനി ഒന്ന് താടി സെറ്റ്
സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഷേവല്ലേ, സെറ്റ് ചെയ്യാനാണല്ലേ മുടി. ബിസ്മി ഗ്രാൻഡിന്റെ മുകളിലുള്ള മിററിലേക്കാണ് പോണേ. അപ്പൊ അങ്ങനെ നമ്മുടെ മിററിന്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥിരം ചേട്ടൻ തന്നെ ലൈവ് റെക്കോർഡ് ഇവരാണ് ഒരു ദിവസം നമ്മുടെ തലേക്കാന്ന് മസാജ് ഒക്കെ ചെയ്തത്. അന്ന് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായില്ലേ. ഇനി ചെറുതായിരുന്നു സെറ്റ് ചെയ്യണം, ഷേവ് ചെയ്യണം, മുടി കുറച്ചൊന്ന് നീട്ടം കുറയ്ക്കണമെന്നുണ്ട്. നീട്ടം കുറയ്ക്കാലേ. ഇന്ന് ഞാൻ ആദ്യമായിട്ട് മൂലറ്റ് സ്റ്റൈലിലാണ് മുടി വെട്ടാൻ പോണം. മൂലറ്റ് വേറെ ആളായിരിക്കും. ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ കാണാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. ആദ്യമായിട്ടാണ് നമ്മൾ മുഖത്തൊരു സ്റ്റൈല് പരീക്ഷിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ നാസിം ചേട്ടൻ നമ്മുടെ മുടി സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പൊ സണ്ണി ചേട്ടൻ നമ്മുടെ സണ്ണി ചേട്ടന്റെ ഷർട്ടിനെ റെഡിയാക്കി ഇത് കിട്ടിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ലേ? റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ലേ? ഇല്ല, ചേട്ടൻ പോയി നോക്കി എന്നിട്ട് ചെയ്തു. ഓക്കെ, സൂപ്പറായി. സെറ്റല്ലേ? എന്താണ് ലുക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, അടിപൊളി. ചൈനീസ് കോളർ ഇത് മടക്കി വെക്കാനുള്ള സാധനം ഉണ്ടാവില്ലേ? ഇല്ല, മടക്കി വെക്കില്ലല്ലോ. അത് ഇതിന്റെ മുകളിലേന്ന് താഴത്തേക്ക് ഒരു മടക്കലുള്ളത് അവര് കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞ, അഴിച്ചു കളയുന്നു. പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു, സെറ്റായി. ഇനി നേരെ എനിക്ക് ജാസ്മിന്റെ അടുത്തേക്ക് ഒന്ന് പോണം. അപ്പൊ അങ്ങനെ ജാസ്മിയുടെ അടുത്തൊക്കെ പോയി. ജാസ്മിയുടെ അടുത്ത് പോയി ഞങ്ങള് നേരെ പോകുന്നു. അവിടുന്ന് അപ്പൊ അങ്ങനെ അവിടുന്ന് ബ്ലൗസൊക്കെ തയ്ച്ച് കിട്ടി. തിരിച്ച് ബ്ലൗസ് മറ്റേ സംഭവം ചെയ്യാണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പൊ അവരവിടെ വീട്ടിലാക്കി. ഞാൻ നേരെ ഗ്രേസിന് എടുക്കാൻ പോവാണ്, അല്ലെങ്കിൽ ടൈമിന് പോവാൻ പറ്റില്ല. അപ്പൊ ഗ്രേസിന് എടുക്കാൻ നേരെ ചാലക്കുടി. കൊറേ വായിക്കണോ? പിന്നെ നമ്മള് മാമോയിസൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഗ്രേസിന് നന്നായിട്ട് വായിച്ചോളൂ. അപ്പൊ അങ്ങനെ സ്കൂളിൽ വന്ന് ഗ്രേസിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. പോയാലോ? ഗ്രേസിന്റെ സന്തോഷത്തിലൂടെ തുള്ളി ചാടാ. ചോപ്പിണ്ട്, മഞ്ഞുണ്ട്, കൊറേ കളറുകളുണ്ടല്ലേ. ഗ്രേസിന് ഇഷ്ടമാണതൊക്കെ. ഗ്രേസ് ഈ ഗ്രൗണ്ടിൽ കളിക്കാറുണ്ടോ? ഈ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വലുതാവുമ്പോ കളിക്കുള്ളൂ. അപ്പൊ നേരെ ഗ്രേസിന് മഞ്ചേട്ടനെ വീട്ടിലേക്ക് കൊണ്ടോണേ. അമ്മ അവിടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ അമ്മ അവിടെ എത്തിയിട്ടുണ്ടാവും. അമ്മ എന്തില് പോയേ? അമ്മ ഓട്ടോറിക്ഷ വിളിച്ച് പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ലേറ്റ് ആവില്ലേ നമ്മള്? അപ്പൊ ഇനി കോഴിക്കൊക്കെ തീറ്റ കൊടുത്തിട്ട് അപ്പൊ ഡ്രസ്സൊക്കെ മാറിയിട്ട് അപ്പൊ വരുള്ളൂ. അപ്പൊ അങ്ങനെ മിടുവിന്റെ വീട്ടിലെത്തി. മാനിക്കുട്ടൻ മുമ്പിൽ തന്നെ ഉണ്ട്. അല്ല, ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോവോ? ഒരു ഹായ് ഒക്കെ പറ. ഹായ്. എനിക്കറിയില്ല, അവളും ഇങ്ങോട്ട് വരുന്ന പറഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് നേരം ഇങ്ങോട്ട് പോന്നു. ഞാൻ വിളിച്ചു നോക്കിട്ടെ. ചെല്ല്. എന്താ കഴിക്കായിരുന്നേ? ഇല്ലുണ്ടോ? എടുത്തു തരട്ടെ. അപ്പൊ ഗ്രേസിനെ അവിടെ ആക്കി ഞാൻ നമ്മുടെ കോഴികളുടെയും പട്ടികളുടെ ഒക്കെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് മിഡു അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് മിഡുവിന്റെ വീട്ടിലേക്ക് പോകണ്ടായിട്ട് ഞാൻ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. ഞാൻ വീടെത്താറായി. നമ്മുടെ വീട്ടിലത്തെ കോളാമ്പി പൂട്ടൂട്ടോ. പെട്ടെന്നായിരുന്നു, ഒരു 2-3 ദിവസം കൊണ്ടാണ് മുട്ട് ഉണ്ടായി പെട്ടെന്ന് പോയത്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പൂവൊന്നും കാണിക്കാനില്ല. കോഴികളെല്ലാരും വെയിറ്റിങ്ങിലാണ്. തീറ്റയാണെങ്കിൽ ഇറയത്തെ കിടക്കണം, അവിടെ പോയി എടുത്തിട്ട് വരണം.
എല്ലാവർക്കും തരും. ഞാൻ ചാക്ക് എടുത്തിട്ടൊന്ന് വന്നോട്ടെ. എല്ലാവരും ചുറ്റിപ്പാത്ത് നോക്കാണ് എന്താണ് സംഭവം. ഇപ്പം കൊണ്ടുവരാം കേട്ടോ. കോഴികൾക്ക് എല്ലാവർക്കും ഉള്ളിൽ കുറേ വിതറിയിട്ട് കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് വന്നു. അപ്പം നമ്മുടെ വാത്തക്കുഞ്ഞന്മാർ ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. കുറച്ച് കോഴികളും കൂടെ വന്നിട്ട് ഉള്ളിലത്തെ തീരണ വെച്ചാൽ എല്ലാവരും കൂടി പുറത്തേക്ക് വരും. പിന്നെ ഇവരെ ഞാൻ വിളിച്ചുകൊണ്ടേ അകത്തുള്ളേ കൊടുക്കേണ്ടി വരും. എന്താ പിണങ്ങിക്കണ എന്നാ കഴിച്ചോ? ആൾക്കാരവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറേ എണ്ണം ഇതിൻ്റെ ഉള്ളിലാ. പുറത്ത് തീറ്റ കൊടുത്ത് അറിയാണ്ട് ഇവിടെ കിടന്ന് തിന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ നമ്മുടെ ഫാം ഹൗസിലെ തീറ്റ കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ 8 കാലുണ്ട്. ഞാൻ അങ്ങോട്ട് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ഓടിക്കുമ്പോൾ അങ്ങോട്ട് വരും. ഇങ്ങനെ മാറി മാറി നടക്കണം. കണ്ടോ, ഞാൻ പല വീഡിയോയിൽ വരെ കാണിച്ചിട്ടുണ്ട്. കുറേ ഉണ്ട് ഇവിടെ, അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് ഞാൻ റെഡി ആയിട്ട് വീടിൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലണം, നമ്മുടെ ബൊഗൈൻവില്ല. അപ്പോഴേക്കും അവളവിടെ റെഡി ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വിശേഷങ്ങളും ഇനി മാമോദിസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ അടുത്ത് പിന്നാലെ വരും. അപ്പോൾ വേറെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബോറിങ്ങൊക്കെ ഫീൽ ചെയ്തേക്കാം. എൻ്റെ ഒരു റിയലായിട്ടുള്ള ലൈഫ് എങ്ങനെയാണത് കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്ത് ഇടുക ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.